അങ്ങനെയെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കിയേ, നിങ്ങളുടെ നിക്ഷേപം ഒറ്റ ദിവസം കൊണ്ട് ഏകദേശം 50% കൂടിയെന്നറിഞ്ഞാൽ. ഇന്ത്യയിലെ പ്രമുഖ ഇ-കൊമേഴ്സ് കമ്പനിയായ മീഷോയുടെ ഓഹരികൾ ഇന്ന് ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്തപ്പോൾ അതിൽ വിശ്വാസമർപ്പിച്ച ആയിരക്കണക്കിന് നിക്ഷേപകർക്ക് ലഭിച്ചത് ശരിക്കും അത്തരമൊരു ആവേശകരമായ അനുഭവമാണ്. ഡിജിറ്റൽ ലോകം ആകെ ഇളകി മറിയുകയാണ്. മീഷോ ഷെയർ പ്രൈസ്, മീഷോ IPO എന്നൊക്കെയുള്ള അന്വേഷണങ്ങൾ കൊണ്ട് സെർച്ച് എഞ്ചിനുകൾ നിറഞ്ഞിരിക്കുകയാണ്. ഇതൊരു വെറുമൊരു ഓഹരി ലിസ്റ്റിംഗ് മാത്രമല്ല, മറിച്ച് ഇതൊരു സാമ്പത്തിക വിസ്മയമാണ്. ഇന്ത്യയുടെ ഡിജിറ്റൽ സമ്പദ്വ്യവസ്ഥയിലുള്ള വർദ്ധിച്ചുവരുന്ന വിശ്വാസത്തിന്റെ തെളിവ് കൂടിയാണിത്. മണി മുഴങ്ങിയ നിമിഷം മുതൽ മീഷോയുടെ ഓഹരി കുതിച്ചുയർന്നു. ഇഷ്യൂ വിലയുടെ 45 മുതൽ 46% വരെ ഞെട്ടിക്കുന്ന നേട്ടമാണ് ഇത് സമ്മാനിച്ചത്. സാമ്പത്തിക വാർത്താ സ്ഥാപനങ്ങൾ ഓഹരിയുടെ ഓരോ ചലനവും ലൈവ് ബ്ലോഗുകളിലൂടെ നിരീക്ഷിക്കുന്നുണ്ട്. ഇത് ആവേശം വർദ്ധിപ്പിക്കുകയും സാധാരണ നിക്ഷേപകരുടെ വലിയ താൽപര്യം ആകർഷിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഈ വമ്പൻ മുന്നേറ്റത്തിന് പിന്നിലെന്താണ്? ഇന്ത്യയിലെ ടെക് കമ്പനികളുടെ ഭാവിയെ ഇതെങ്ങനെയാണ് സ്വാധീനിക്കുക? വിപണിയിലെ ആവശ്യം, നിക്ഷേപകരുടെ മനോഭാവം, പിന്നെ വളർച്ചയുടെ ശക്തമായ ഒരു കഥ, ഈ കാര്യങ്ങളുടെയെല്ലാം ശക്തി എത്രത്തോളമെന്ന് മീഷോയുടെ IPO കഥ ശരിക്കും കാണിച്ചു തരുന്നുണ്ട്. ഇന്നത്തെ ഈ തകർപ്പൻ ലിസ്റ്റിംഗിലേക്കുള്ള യാത്ര തുടങ്ങിയത് രാജ്യത്തിന്റെ മുഴുവൻ ശ്രദ്ധയും പിടിച്ചുപറ്റിയ ഒരു IPOയിലൂടെയാണ്. ഇന്ത്യൻ ഇ-കൊമേഴ്സ്, സോഷ്യൽ കൊമേഴ്സ് പ്ലാറ്റ്ഫോമായ മീഷോ ഒരു ഓഹരിക്ക് 111 രൂപ നിരക്കിലാണ് ഷെയറുകൾ വിറ്റത്. ഏകദേശം 5421.2 കോടി രൂപയുടെ IPOയുടെ ഭാഗമായിരുന്നു ഇത്. ഈ വമ്പൻ IPOയിൽ കമ്പനിയിലേക്ക് നേരിട്ട് വലിയ തോതിൽ പണം എത്തിക്കുന്നതിനായി 4250 കോടി രൂപയുടെ ഫ്രഷ് ഇഷ്യൂവും ഉൾപ്പെടുത്തിയിരുന്നു. നിലവിലുള്ള ഷെയർ ഹോൾഡർമാർക്ക് ഓഹരികൾ വിൽക്കാനുള്ള അവസരവും ഇതിലുണ്ടായിരുന്നു. പക്ഷേ വിപണിയിലെ യഥാർത്ഥ ആവേശം അതിന്റെ വലുപ്പത്തിലായിരുന്നില്ല, ആവശ്യകതയിലായിരുന്നു. IPOയ്ക്ക് അവിശ്വസനീയമാമിതം 79 ഇരട്ടിയിലേറെ സബ്സ്ക്രിപ്ഷൻ ലഭിച്ചു. ഇത് നിക്ഷേപകർക്ക് ഈ കമ്പനിയിലുള്ള വലിയ വിശ്വാസത്തിന്റെ വ്യക്തമായ സൂചനയായിരുന്നു. വൻകിട നിക്ഷേപകരായ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ് QIBs തങ്ങൾക്ക് നീക്കിവെച്ച ഓഹരികളുടെ ഏകദേശം 120 ഇരട്ടിയിലേറെയാണ് സബ്സ്ക്രൈബ് ചെയ്തത്. ഉയർന്ന ആസ്തിയുള്ള വ്യക്തികളുൾപ്പെടെയുള്ള നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ നിക്ഷേപകരും NIS ഒട്ടും പിന്നിലായിരുന്നില്ല. ഇവർ 38 ഇരട്ടിയിലേറെയാണ് സബ്സ്ക്രൈബ് ചെയ്തത്. സാധാരണക്കാരായ റീറ്റെയിൽ നിക്ഷേപകർ പോലും വലിയ താൽപര്യം കാണിച്ചു. അവർക്ക് നീക്കിവെച്ച ഭാഗം 18 മുതൽ 19 ഇരട്ടിയിലേറെയാണ് ഓവർ സബ്സ്ക്രൈബ് ചെയ്തത്. അഭൂതപൂർവമായ ഈ ഡിമാൻഡ് പലരും പ്രവചിച്ചതുപോലെ ഒരു തകർപ്പൻ മാർക്കറ്റ് പ്രവേശനത്തിനുള്ള കളമൊരുക്കി. ഇന്ന് ആ പ്രവചനം അക്ഷരംപ്രതി യാഥാർത്ഥ്യമായി. മീഷോയുടെ ഓഹരികൾ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ലിസ്റ്റ് ചെയ്തപ്പോൾ വിപണിയിൽ വലിയൊരു ആവേശമാണ് കണ്ടത്. ഒരു ഓഹരിക്ക് 161 രൂപ മുതൽ 162 രൂപ 50 പൈസ വരെയായിരുന്നു വ്യാപാരം തുടങ്ങിയപ്പോൾ രേഖപ്പെടുത്തിയ വില. 111 രൂപയുടെ ഇഷ്യൂ വിലയിൽ നിന്ന് ഇതൊരു വലിയ കുതിച്ചുചാട്ടമായിരുന്നു. IPO വഴി ഓഹരി ലഭിച്ചവർക്ക് ഏകദേശം 45 മുതൽ 46% വരെ ലാഭം ഒറ്റയടിക്ക് കിട്ടി. ഉദാഹരണത്തിന്, ഒരു കണക്കനുസരിച്ച് 161.2 രൂപക്കാണ് ഓഹരികൾ ലിസ്റ്റ് ചെയ്തത്, അതായത് 45.23% ലാഭം. മറ്റൊരു കണക്ക് പ്രകാരം 162.50 രൂപയായിരുന്നു വില, അത് 46.40% വർധനവ് രേഖപ്പെടുത്തി. സാമ്പത്തിക ലോകം ഇത് ഉറ്റുനോക്കുകയായിരുന്നു. ലിസ്റ്റ് ചെയ്തതിനുശേഷം ഓഹരികൾ നിലനിർത്തുക മാത്രമല്ല ചെയ്തത്, ചില സമയങ്ങളിൽ ഇതിലും മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തു. അതോടെ ഇതൊരു ഗംഭീരമായ മാർക്കറ്റ് അരങ്ങേറ്റം ആണെന്നുറപ്പിച്ചു. ലിസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ മീഷോയെക്കുറിച്ച് വലിയൊരു ചർച്ചയുണ്ടായിരുന്നു. ട്രേഡർമാർ ഗ്രേ മാർക്കറ്റ് പ്രീമിയവും GMP സബ്സ്ക്രിപ്ഷൻ നിലയുമെല്ലാം വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചിരുന്നു. ഒരു മികച്ച തുടക്കമുണ്ടാകുമെന്നായിരുന്നു എല്ലാ സൂചനകളും. ഈ കുതിച്ചുചാട്ടം ആ പ്രവചനങ്ങളെ ശരിവച്ചു. കണക്കുകൾ പ്രതീക്ഷകളെ വെറും കവിയുകയല്ല ചെയ്തത്, അതിനെല്ലാം അപ്പുറം കുതിച്ചുയർന്നു. ഇത് വിപണിയിൽ മൊത്തത്തിൽ ഒരു വലിയ ചലനം സൃഷ്ടിച്ചു. ഓഹരി കിട്ടിയ ആയിരക്കണക്കിന് സാധാരണ നിക്ഷേപകർക്കും സമ്പന്നരായ നിക്ഷേപകർക്കും മീഷോയുടെ ലിസ്റ്റിംഗ് ഒരു വൻ വിജയമായിരുന്നു. ലിസ്റ്റ് ചെയ്ത ദിവസം തന്നെ ഏകദേശം 45 മുതൽ 46% ലാഭം ഒറ്റയടിക്ക് അവർക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞു. ഇപ്പോഴും വളർച്ചാ ഘട്ടത്തിലുള്ളതും ലാഭത്തിലായിട്ടില്ലാത്തതുമായ മീഷോ പോലുള്ള ഒരു കമ്പനിയിൽ നിക്ഷേപിച്ചത് ശരിയായ തീരുമാനമാണെന്ന് ഈ വിജയം തെളിയിച്ചു. വളർന്നുവരുന്ന ഇന്ത്യൻ ഇ-കൊമേഴ്സ് മേഖലയിൽ മീഷോയ്ക്ക് വലിയ സാധ്യതകളാണ് ഉള്ളതെന്ന പ്രതീക്ഷയും ഇത് നൽകുന്നു. മീഷോയുടെ ഈ മികച്ച പ്രകടനം മറ്റു പല സാധാരണ നിക്ഷേപകർക്കിടയിലും ഒരു ഫോമോ അഥവാ ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് എന്ന തോന്നലുണ്ടാക്കിയിട്ടുണ്ട്. അതായത്, ഈ അവസരം നഷ്ടപ്പെടുത്തിയല്ലോ എന്നൊരു പേടി. പലരും ഇപ്പോൾ മീഷോ ഷെയർ പ്രൈസ് ടുഡേ ലൈവ്, മീഷോ ഷെയർ പ്രൈസ് ടുഡേ ലൈവ് എന്ന് തിരഞ്ഞു നടക്കുകയാണ്. ലിസ്റ്റിംഗിന് ശേഷം ഓഹരി വാങ്ങണോ അതോ വില കുറയാൻ കാത്തിരിക്കണോ എന്നറിയാതെ അവർ ആശയക്കുഴപ്പത്തിലാണ്. വെറും വ്യക്തിഗത ലാഭങ്ങൾക്കപ്പുറം ഈ IPO ഇന്ത്യൻ ഓഹരി വിപണിക്ക്, പ്രത്യേകിച്ച് പ്രാഥമിക വിപണിക്ക് ഒരു വലിയ ഉണർവ് തന്നെയാണ്. 5400 കോടി രൂപയിലധികം വരുന്ന ഒരു ടെക് IPO ഏകദേശം 79 ഇരട്ടി അപേക്ഷകളുമായി ഇത്രയും വലിയ കുതിപ്പോടെ ലിസ്റ്റ് ചെയ്തത് ഒരു വലിയ സന്ദേശം തന്നെയാണ് നൽകുന്നത്. ഇത് സൂചിപ്പിക്കുന്നത് ഇന്റർനെറ്റ് ഇ-കൊമേഴ്സ് കമ്പനികളിൽ നിക്ഷേപകർക്ക് വീണ്ടും താൽപര്യം വർദ്ധിച്ചു എന്നാണ്. അതുവഴി രാജ്യത്തെ മറ്റു പല വെഞ്ചർ ഫണ്ട് കിട്ടിയ സ്റ്റാർട്ടപ്പുകൾക്കും ഓഹരി വിപണിയിൽ പ്രവേശിക്കാനുള്ള സാധ്യത ഇത് തുറന്നുതരും. മീഷോയെ സംബന്ധിച്ചിടത്തോളം ഈ വിജയകരമായ അരങ്ങേറ്റത്തിന്റെ ഫലങ്ങൾ വളരെ വലുതാണ്. ഇവർ സമാഹരിച്ച 4250 കോടി രൂപയുടെ പുതിയ മൂലധനം ഒരു ഗെയിം ചേഞ്ചറാണ്. ഇത് അവരുടെ ബാലൻസ് ഷീറ്റിന് വലിയ കരുത്ത് പകരും. ഈ പണം കമ്പനിയുടെ വളർച്ചാ തന്ത്രങ്ങൾക്ക് ഊർജ്ജം നൽകുകയും വിപണന പ്രചാരണങ്ങൾ ശക്തിപ്പെടുത്തുകയും ഒപ്പം ലാഭത്തിലേക്ക് എത്താനുള്ള അവരുടെ യാത്രയ്ക്ക് വേഗത കൂട്ടുകയും ചെയ്യും. പൊതുവിപണിയിൽ ലഭിച്ച ഈ മികച്ച സ്വീകാര്യത നിക്ഷേപകർക്കിടയിൽ മാത്രമല്ല, ഉപഭോക്താക്കൾക്കും വിതരണക്കാർക്കുമിടയിൽ മീഷോയുടെ പ്രശസ്തി വർദ്ധിപ്പിക്കുകയും വിപണിയിലെ അവരുടെ വിശ്വാസ്യത കൂട്ടുകയും ചെയ്യും. ഇതുകൂടാതെ കമ്പനിയുടെ മാനേജ്മെന്റിന് ഉയർന്ന മൂല്യമുള്ള ഓഹരികളുടെ രൂപത്തിൽ വിലപ്പെട്ട മാർക്കറ്റ് കറൻസി ലഭിക്കും. ഇത് ഭാവിയിൽ മറ്റു കമ്പനികളെ ഏറ്റെടുക്കുന്നതിനോ ആകർഷകമായ ജീവനക്കാരുടെ ഓഹരി പങ്കാളിത്ത പദ്ധതികൾക്കോ ഉപയോഗിക്കാനാകും.
കൂടുതൽ വിശാലമായി നോക്കുകയാണെങ്കിൽ ഉയർന്ന വളർച്ചാ സാധ്യതകളുണ്ടെങ്കിലും നിലവിൽ നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളോട് ഇന്ത്യൻ വിപണിക്ക് എത്രത്തോളം താൽപ്പര്യമുണ്ടെന്ന് അളക്കാനുള്ള ഒരു നിർണായക പരീക്ഷണശാലയാണ് മീഷോയുടെ ഈ ലിസ്റ്റിംഗ്. ഇതിന് ലഭിച്ച ഈ വലിയ ഡിമാൻഡും ശക്തമായ വിലയും ഭാവിയിലെ മൂല്യനിർണ്ണയ മാനദണ്ഡങ്ങളെയും പുതിയ കാലത്തെ ടെക് ലിസ്റ്റിംഗുകളെക്കുറിച്ചുള്ള നിയമപരമായ ചർച്ചകളെയും സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. ഇതൊരു കമ്പനിയുടെ മാത്രം വിജയമല്ല, മറിച്ച് ഇന്ത്യയുടെ ഡിജിറ്റൽ സമ്പദ്വ്യവസ്ഥ കൂടുതൽ കരുത്താർജിക്കുകയും വലിയ തോതിൽ മൂലധനം ആകർഷിക്കുകയും പുതിയ കണ്ടുപിടുത്തങ്ങളുടെ അടുത്ത തരംഗത്തിന് കളമൊരുക്കുകയും ചെയ്യുകയാണെന്നതിന്റെ ശക്തമായ സൂചനയാണിത്.